പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ്. എത്രയോ മരണവാർത്ത നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു വാർത്ത നിങ്ങളൊക്കെ കേട്ടതായിരിക്കും. എന്നാലും ഞങ്ങളുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും ദുആ ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ്. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. മലപ്പുറത്തു നിന്നും വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കേൾക്കാൻ പറ്റിയത്. സുബ്ഹാനല്ലാഹ്, 10 കിലോനോളം ഭാരം വരുന്ന ഒരു ചക്കയാണ് ഈ പൊന്നുമോളുടെ തലയിലേക്ക് വീണത്. ആ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് സമാധാനം കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. കോട്ടക്കലിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ചങ്കുവെട്ടി സ്വദേശി കുഞ്ഞലവിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടിക്ക് അപകടം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെ കുട്ടി മുറ്റത്ത് നിന്നും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരണം തന്നെ പിടികൂടാൻ പോകുന്നു എന്ന് ആ മോൾക്കറിയുന്നില്ലല്ലോ റബ്ബേ. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ തലയിലേക്ക് 10 കിലോനോളം ഭാരമുള്ള ചക്ക വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ, ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ. ഇതുപോലൊരു വിധി ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. സഹിക്കാൻ പറ്റില്ല റബ്ബേ, സഹിക്കാൻ പറ്റില്ല. ഈ കേൾക്കുന്ന നമുക്ക് പോലും ഇത് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ? ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. വീണ ഉടനെ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു ആ പൊന്നുമോൾക്ക്. കുട്ടിയുടെ തലയിലേക്ക് പ്ലാവിൽ നിന്നും നേരിട്ട് വീഴുകയായിരുന്നു. ഭാരമേറിയ ചക്ക തലയിൽ വീണ ഉടനെ തന്നെ കുട്ടിയും വീഴുകയായിരുന്നു. ആ വീഴ്ചയുടെ ഇടിയിൽ കുട്ടിയുടെ തലക്ക് സാരമായ പരിക്കേറ്റിരുന്നത്രേ. അതായിരുന്നു അത്രേ മരണകാരണം എന്ന് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഒരുപാട് മക്കൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. പടച്ച റബ്ബേ, ഈ ഒരു വെക്കേഷൻ കാലം നമ്മുടെയൊക്കെ ഒരുപാട് മക്കൾ നിന്നിലേക്ക് വന്നിട്ടുണ്ട് റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങളൊക്കെ കാണുന്നതാണ് റബ്ബേ. ആ ഒരു കാഴ്ച ഞങ്ങളുടെ ഇടനെഞ്ച് കലങ്ങുകയാണ് റബ്ബേ. പടച്ച റബ്ബേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബേ. നമ്മുടെ മക്കളെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ. ഒരു ഉമ്മക്കും ഇതുപോലൊരവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബേ. ആ ഉമ്മയുടെ കരച്ചിലിന് നീ ഒരു സമാധാനം നീ കൊടുക്കണേ റബ്ബേ. സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. എത്രയോ ഉമ്മമാർ മക്കൾ നഷ്ടപ്പെട്ടത് കാരണം പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. വർഷം ഒരുപാടായിട്ടും ആ മക്കളുടെ ഓർമ്മ മനസ്സിൽ നിന്നും പോകാതെ അവരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും പുസ്തകങ്ങളും എടുത്തു വെച്ച് അതും നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലൊരു വിധി ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. സഹിക്കാൻ പറ്റില്ല റബ്ബേ, സഹിക്കാൻ പറ്റില്ല. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ, സമാധാനം നീ കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഈ മോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്.
ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.